Students, welcome to Engineering Assignments. Engineering Assignments ഇന്ന് നമ്മൾ മെഷീൻ ലേണിംഗിൽ എൻസാമ്പിൾ ലേണിംഗിൽ ബാഗിംഗ് ആണ് ബൂസ്റ്റിംഗും ആണ് പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ഇസ് ബാഗിംഗ് ഓർ ബൂട്ട് സ്ട്രാപ്പ് അഗ്രിഗേഷൻ. ബാഗിംഗിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇറ്റ്സ് എ വോട്ടിംഗ് മെത്തേഡ് തന്നെയാണ്, പക്ഷെ സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ പിക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഡാറ്റ സെറ്റ് ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഡാറ്റ സെറ്റ് പിക്ക് ചെയ്യുന്നത് റാൻഡംലി ആണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ പേരിൽ വരുന്നത് ബൂട്ട് സ്ട്രാപ്പ് എന്ന്. സോ D1 എടുത്തു, D2 എടുത്തു, D3 എടുത്തു, DK എടുത്തു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരേ ഡാറ്റ സെറ്റുകളാണ്. ഇത് നമ്മൾ ഓരോരോ ലേണിംഗ് അൽഗോരിതം വെച്ച് ലേൺ ചെയ്തിട്ട് എടുത്തിട്ട് ഓരോരോ ക്ലാസിഫയേഴ്സിൽ ഔട്ട്പുട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ വിൽ ടേക്ക് ദ അഗ്രിഗേഷൻ ഓഫ് ഓൾ ദീസ് ക്ലാസിഫയേഴ്സ്. അതുകൊണ്ടാണ് അതിൻ്റെ പേര് അഗ്രിഗേഷൻ എന്ന് വന്നത്. ബാഗിൽ ഉപയോഗിക്കുന്ന ലേണിംഗ് അൽഗോരിതം ഇസ് എ അൺസ്റ്റേബിൾ അൽഗോരിതം. അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ചേഞ്ച് ട്രെയിനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഡിഫറൻസ് ആയിട്ട് കാണിക്കും. സോ ഇഫ് എ സ്മോൾ ചേഞ്ച് ഇൻ ട്രെയിനിങ് സെറ്റ് കോസസ് എ ലാർജ് ഡിഫറൻസ് ഇൻ ദ ജനറേറ്റഡ് ലേണർ. Algorithms such as decision tree, multi-layer perceptrons are actually unstable algorithms. So here we have an initial data set D. We draw a random sample from the D with replacement. അപ്പോൾ ഈ കേസിൽ ചില സമയത്ത് ഇൻസ്റ്റൻസ് റിപ്പീറ്റ് ആവാനും ചാൻസസ് ഉണ്ട്, ചില സമയത്ത് നമ്മൾ ചില ഇൻസ്റ്റൻസിനെ എടുക്കാണ്ടിരിക്കാനുള്ള ചാൻസസ് ഉണ്ടാവും. സോ സം ഇൻസ്റ്റൻസസ് ആർ റിപ്പീറ്റഡ് ആൻഡ് സം ആർ നോട്ട്. D1 to DK will be a subset drawn from the original data, and each subset uses L-Burst learner to train the model using unstable learning procedure. Okay, like you can use decision tree, you can use multi-layer perceptrons, etc. And what we do is we take the average of the output of all the model. So the name aggregation has come. Okay, അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ അഗ്രിഗേഷൻ എന്ന് വന്നത്. So bagging can be used for both classification and regression. In case of regression, to be more robust, we can take a median instead of average while combining the prediction. അപ്പോൾ റിഗ്രഷനിൽ വരുമ്പോൾ നമ്മൾ ആവറേജിൻ്റെ പകരം മീഡിയൻ ആയിരിക്കും നമ്മൾ പ്രഡിക്ഷൻ കമ്പൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. Now we are going to study what is boosting. Boosting actually an iterative procedure ആണ്. The idea of boosting is to train the weak learners sequentially, each trying to correct its predecessor. ഓക്കെ, സോ ഇപ്പോൾ നമ്മളൊരു വീക്ക് ലേണറിന് നമ്മൾ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ പ്രെഡിസസറിലുണ്ടായ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റ് ചെയ്യും. So finally it combines the output from the weak learners and creates a strong learner, and eventually it improves the prediction power of the model. The boosting pays higher focus on the examples which are misclassified or have the higher error by preceding weak rule. Okay, അപ്പോൾ ഇത് കൂടുതലും മിസ്ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഇൻസ്റ്റൻസസ് അല്ലെങ്കിൽ ഹൈ എറർ വരുന്ന ഇൻസ്റ്റൻസസിനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ബൂട്ട് സ്ട്രാപ്പിംഗ് പ്രൊസീജിയർ ഇവിടെ ഞാൻ പറഞ്ഞുതരാം. നമുക്കിവിടെ ഒരു ഡാറ്റ സെറ്റ് ഉണ്ട്. ആ ഡാറ്റ സെറ്റിൽ കുറേ ഇൻസ്റ്റൻസസ് ഉണ്ട്. അപ്പോൾ ആ ഇൻസ്റ്റൻസസിനെ ഞാൻ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ റാൻഡംലി ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇൻസ്റ്റൻസസിനെ 1, 3, 6, 7 എന്ന് പറഞ്ഞ് ഞാൻ D1 എടുത്തു. എന്നിട്ട് അതിലൊരു മോഡൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഇൻഫാക്ട് 6 and 7 ഹാസ് മിസ്ക്ലാസിഫൈഡ്, അല്ലെങ്കിൽ അതിനകത്തൊരു എറർ വന്നു. അപ്പം രണ്ടാമത് ഞാൻ അടുത്ത സബ്സെറ്റ് D2 എടുക്കുമ്പോൾ നമ്മൾ 6ഉം 7ഉം ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ അതാണ് ഇവിടെ എറർ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ മിസ്ക്ലാസിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അതിനെയായിരിക്കും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സോ 6 and 7 ഇസ് ഫോക്കസ്, ദെൻ യു ടേക്ക് ദ അനദർ റാൻഡം വേരിയബിൾ 4 and 8, എന്നിട്ട് അതിൽ നിന്ന് ഒരു മോഡൽ ഉണ്ടാക്കും. പക്ഷേ ഇൻഫാക്ട് നല്ല മിസ്ക്ലാസിഫിക്കേഷൻ വന്നു അല്ലെങ്കിൽ എറർ വന്നു. അപ്പോൾ അടുത്ത സബ്സെറ്റ് നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾ 4-നായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്നിട്ട് അതിൽ നിന്നൊരു മോഡൽ നമ്മൾ ബിൽഡ് ചെയ്യും. സോ സ്റ്റെപ്പ് 1, the base learner takes all the distribution and assign equal weight or attention to each observation. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഇവിടെ വീക്ക് ലേണറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വെയിറ്റ് ഈക്വൽ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. കേട്ടോ, വെയിറ്റുകൾ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. If there is any prediction error caused by the first base learning algorithm, so you had an error at 6 and 7, no? Then we increase the weight.
increase the weight of the observation having prediction error. Then we apply to the next base learner. അപ്പോൾ ഒരു കാര്യം ഞാൻ ഇവിടെ പറയാൻ വിട്ടുപോയി. ഇവിടെ എറർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ചെയ്യേണ്ടിയിരിക്കുന്നു. ദാറ്റ് ഇസ് ഇവിടെ വെയിറ്റ് അതിൻ്റെ ഇൻക്രീസ് ചെയ്തിട്ടാണ് നമ്മളത് അടുത്ത ബേസ് ലേണറിന് കൊടുക്കുന്നത്. Now we have to iterate the step 2 till the limit of base learning algorithm is reached or higher accuracy is achieved. Suppose we want to classify these dots. കുറച്ച് പച്ച കളർ ഡോട്ട്സ് ഉണ്ട്, കുറച്ച് മഞ്ഞ കളറും ഡോട്ട്സ് ഉണ്ട്. അപ്പൊ ക്ലാസിഫയർ മെയ്ഡ് എ മിസ്റ്റേക്ക്, സി ഹിയർ 2 yellow dots. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ നമ്മൾ അടുത്ത ട്രെയിനിങ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് നമ്മൾ മിസ്ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഭാഗങ്ങളെ നമ്മൾ പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ട് മഞ്ഞേനെ ഒരു സ്ഥലത്തും അതേപോലെ പച്ചേനെ ഒരു സ്ഥലത്തായിട്ട് വെക്കാൻ തുടങ്ങും. അപ്പോഴും നമുക്കറിയാം ഇത് രണ്ടെണ്ണവും പിന്നെ എറർ വന്നു. അപ്പോൾ അടുത്ത ക്ലാസിഫയർ വെച്ചിട്ട് നമ്മളത് ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിക്കും. ആൻഡ് അറ്റ് ദ എൻഡ് യു വിൽ ബി ഗെറ്റിംഗ് ദ കോമ്പിനേഷൻ ഓഫ് 3 classifiers ടുഗെദർ. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു, നമുക്ക് ആക്യുറസി ഇത്രയും കൂടി ദാറ്റ് ഇസ് പച്ച കളർ ഡോട്ട്സ് എല്ലാം ഒരുമിച്ച് വന്നു, മഞ്ഞ കളർ ഡോട്ട്സ് ഒക്കെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് വന്നത്. സോ ബൂസ്റ്റിംഗ് അൽഗോരിതം ഇൻ നെക്സ്റ്റ് ഐട്രേഷൻ ഇറ്റ് വിൽ ഫോക്കസ് ഓൺ ദ മിസ്ക്ലാസിഫൈഡ് ഐറ്റം അല്ലെ. എല്ലാം മിസ്ക്ലാസിഫൈഡ് ഐറ്റത്തിലായിരിക്കും അടുത്ത ഓരോ പ്രാവശ്യം അത് ഫോക്കസ് ചെയ്ത് പോകുന്നത്. അപ്പം ഇതാണ് ബൂസ്റ്റിംഗ്. അപ്പോൾ ബൂസ്റ്റിംഗിന്റെ മെത്തേഡ് ഞാനൊന്ന് വേർഡ്സിൽ പറയാണ്. ദ ഒറിജിനൽ ബൂസ്റ്റിംഗ് മെത്തേഡ് ദാറ്റ് കമ്പൈൻസ് 3 weak learners, that is we let D1, D2, D3 be the 3 learning algorithm for a particular task. Let there be a large training set X given to you. We randomly divide X into 3 sets, that is X1, X2, X3. We use X1 and train D1. Then we take X2 and feed it to D1. We take all instances misclassified by D1 and also as many instances on the D1 is correct from X2. And these together forms a training set of D2. We then take X3 and feed it to D1 and D2. The instance on which D1 and D2 disagrees form the training set of D3. അപ്പോൾ D3ലേക്ക് കൊടുക്കുമ്പോൾ D1, D2 എന്ത് എററാ വന്നിട്ടുള്ളത് അതും കൂടിയും കൊടുത്തിട്ടാണ് D3നെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. During testing, given an instance, we give it to D1 and D2 if they agree. That is the response. Otherwise, the response of D3 is taken as the output. Though it's quite successful, the disadvantage of original boosting method requires a very large training samples. അപ്പോൾ നമ്മൾ ഇതിനകത്ത് അഡാ ബൂസ്റ്റ് എന്ന് പറഞ്ഞൊരു ബൂസ്റ്റിംഗ് ടെക്നിക്ക് ഉപയോഗിക്കും. അഡാ ബൂസ്റ്റ് എന്ന് പറഞ്ഞാൽ അഡാപ്റ്റീവ് ബൂസ്റ്റിംഗ് ടെക്നിക്കാണ്. ഇറ്റ്സ് യൂസസ് എ സെയിം ട്രെയിനിങ് സെറ്റ് ഓവർ ആൻഡ് ഓവർ. Thus, need not to be large, but the classifier should be very simple so that they do not overfit. And ADA boost can also combine an arbitrary number of base learners, not 3. അപ്പം നേരത്തെ നമ്മൾ 3 ബേസ് ലേണേഴ്സിലല്ലേ ഉപയോഗിച്ചത്, ഇവിടെ 3 എണ്ണമല്ല, അതിലധികം ബേസ് ലേണേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. Thank you students. Thank you for watching my video.